ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതാനാവൂ എന്നാണ് തത്വം. ചിത്രകല പുതിയ സങ്കേതങ്ങളിലേക്ക് ഇറങ്ങി നടന്നു തുടങ്ങിയപ്പോൾ കാലക്രമേണ ചുമർ ചിത്രങ്ങൾക്ക് ചുമരുകൾ നഷ്ടമായി. കാണാം കണ്ണമാലി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ കല സംഭാവന ചെയ്ത MG കലേഷ് എന്ന ചുമർ ചിത്ര കലാകാരനെ. കേൾക്കാം അദ്ദേഹം കലയെക്കുറിച്ച് പറയുന്നത്. മെട്രോ 7 ന്യൂസ് സ്പെഷ്യൽ സ്റ്റോറി. ഇവിടെ ഈ ഭദ്രകാളി ക്ഷേത്രത്തിലെ എൻ്റെ ഒരു പ്രാർത്ഥന പോലെ ഞാൻ ചെയ്തതാണ് ഉത്സവത്തിന്. അതൊരു പ്രാർത്ഥനയായിരുന്നു, ഇവിടെ ഒരു കുറച്ച് വർക്ക് ഇങ്ങനെ ചെയ്യണമെന്ന്, അതുകൊണ്ട് ചെയ്തതാണ്. അക്രലിക് വർക്കാണ് ചെയ്തത്, മ്യൂറൽ അക്രലിക് വർക്ക്. മനുഷ്യ സംസ്കാരത്തിന്റെ വളർച്ചയെ അടയാളപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളവയാണ് ചുമർ ചിത്രങ്ങൾ അഥവാ മ്യൂറൽ പെയിന്റിംഗ്സ്. ആദ്യകാലങ്ങളിൽ കണ്ടതും പരിചിതവുമായ അനുഭവ പരിസരങ്ങളെ മനുഷ്യർ ഗുഹാഭിത്തികളിലും പാറക്കല്ലുകളിലും കോറിയിട്ടു. ഗുഹാഭിത്തികളിൽ നിന്ന് ആരംഭിച്ച ചുമർ ചിത്രകലാ സംസ്കാരം കാലാനുസൃതമായി ക്ഷേത്രഭിത്തികളിലേക്ക് വളർന്ന് കേരളത്തിന്റെ കലയെയും സംസ്കാരത്തെയും ഉൾക്കൊണ്ടു. ഈ കലയും സംസ്കാരവും ഉൾക്കൊണ്ടാണ് കണ്ണമാലി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ സ്വന്തം ചിലവിൽ MG കലേഷ് വിസ്മയം തീർത്തത്. ഇലച്ചാർത്തുകൾ എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ നീലാഞ്ജന ഇലച്ചാർത്തുകളൊക്കെയാണ് നേരത്തെ ചെയ്തിരുന്നത്. അപ്പോൾ അത് ഇപ്പോൾ വളരെ വിരളമാണ്, കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. കല്ലുകൾ അരച്ചെടുക്കുക, ഇലച്ചാർത്തുകൾ ഉണ്ടാക്കിയെടുക്കുക, അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവൈലബിളായിട്ട് കിട്ടുന്നത് ഈ അക്രലിക് പെയിൻ്റ്. അത് വളരെയധികം ദീർഘായുസുള്ളതാണ്. ഒരു 10-15 വർഷം എങ്ങനെയായാലും നിൽക്കും. അതിൻ്റെ ക്വാളിറ്റി ഒന്നും പോകാതെ ഫുൾ വർണ്ണത്തോടുകൂടി തന്നെ നിൽക്കുന്ന പെയിന്റാണത്. 1.5 മാസത്തിലധികം നീണ്ട കഠിനാധ്വാനമാണ് ഇദ്ദേഹം ഭഗവതിക്കായി സമർപ്പിച്ചത്. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്ന ഇദ്ദേഹം പള്ളുരുത്തി സ്വദേശിയാണ്. നിലവിൽ അരൂക്കുറ്റിയിൽ താമസിക്കുന്ന ഇദ്ദേഹത്തിന് കലാജീവിതത്തിൽ 35 വർഷത്തിൽ പരം പരിചയ സമ്പന്നതയുമുണ്ട്. ഇന്ന് അനുജനോടത്ത് കേരള ആർട്സ് നടത്തുന്ന ഇദ്ദേഹം കൊച്ചിൻ സ്കൂൾ ഓഫ് ആർട്സിൽ ദത്തൻ മാഷിന്റെ ശിക്ഷണത്തിലായിരുന്നു ചിത്രകലാ പഠനം പൂർത്തീകരിച്ചത്. ശിലായുഗ കാലം മുതൽ കലിയുഗം വരെ മനുഷ്യന്റെ നിരീക്ഷണത്തിലും പരീക്ഷണത്തിലുമൊന്നുമല്ല മാറ്റം വന്നത്, ചെയ്യുന്ന രീതികളിലാണ്. മ്യൂറൽ ചിത്രങ്ങൾ എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അങ്ങനെ ആ ഒരു ഐഡിയ തോന്നി. നല്ല പെയിൻറ്റിങ്ങളാണ് നേരത്തെ ചെയ്തിട്ടുള്ളത്, ഇപ്പോഴും ചെയ്യണം. ഇപ്പോൾ കളക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് തെയ്യമാണ്. അപ്പോൾ തെയ്യത്തിൻ്റെ ഒരു സ്റ്റീലാണ് ഇതും ഈ മ്യൂറൽ പെയിൻറ്റിങ്ങും. അപ്പോൾ അതാണ് ഇതിലേക്ക് വരാനുള്ള കാരണം. ഒരു 10-12 തെയ്യത്തിൻ്റെ വർക്കുകൾ ചെയ്ത് കളക്ഷൻ ആക്കിയിട്ടുള്ളൂ, അത് എക്സിബിഷൻ ആയിട്ടില്ല. കലാരൂപങ്ങളുടെ മൂല്യവും ബഹുമാനവും നഷ്ടപ്പെടാതിരിക്കാനും സാംസ്കാരിക പൈതൃകവും സംസ്കാരവും കാത്തു സൂക്ഷിക്കാനും വരും തലമുറയ്ക്ക് കഴിയട്ടെ എന്ന സന്ദേശമാണ് അദ്ദേഹം നമ്മൾ ഓരോരുത്തർക്കും പകർന്നു നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞപ്പൊടി, അങ്ങനെ വിസ്മയുടെ പൊടിയായ പൊടികൾക്കും 50% ഓഫർ. ചെറിയ പെരുന്നാളിന് വലിയ ഓഫർ. ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ്, കൊച്ചി.